മടക്കി വരുത്തും. അത് സ്വീകരിക്കുന്നവർ ചേർന്ന് കർത്താവിനെ സ്തുതിച്ചോ. എന്തോ ഈ വചനം എനിക്കറിയത്തില്ല, ഇന്ന് രാത്രി ഭയങ്കര വിടുതലുകളെ ചെയ്യാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതു സാഹചര്യത്തിനകത്തോ ഹല്ലേലൂയ നിന്റെ തലമുറ വഴുതിപ്പോയാലോ, തലമുറ വഴിതെറ്റിപ്പോയാലോ, പിശാചിന്റെ വായ്ക്കകത്തിരിക്കുകയാണെങ്കിലോ, ഇന്ന് രാത്രി കരമടിക്കുന്ന ദൈവജനം, ആർപ്പിടുന്ന ദൈവജനം പറഞ്ഞോ, അതിനകത്തു നിന്ന് എന്റെ തലമുറയെ ദൈവം മടക്കി വരുത്തും. രോഗമിട്ട ശരീരത്തെ ദണ്ഡിപ്പിച്ച, നിന്നെ മെഡിസിൻ കഴിപ്പിച്ച, ദൈനംദിനം ഡെയിലി നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് കയറ്റി ഇറക്കുന്ന രോഗാത്മാവിനെ നോക്കി ഇന്ന് രാത്രി നീ ആത്മാവിൽ പറയണം, എന്റെ പഴയ ആരോഗ്യത്തിലേക്ക് ഞാൻ മടങ്ങി വരൂ. ഹല്ലേലൂയ. എന്റെ ആരോഗ്യത്തിലേക്ക് ഞാൻ മടങ്ങി വരൂ. എന്റെ സൗഖ്യത്തിലേക്ക് ദൈവം എന്നെ മടക്കി വരുത്തോ. ശുശ്രൂഷിക്കുവാൻ കഴിയാതെ നിന്റെ നാവിനെ അകത്ത് വെളിപ്പെട്ട വചന വെളിപ്പാടുകളെ പുറത്തിടുവാൻ കഴിയാതെ പിശാച് നിന്നെ മൈൻഡിനെ ശുശ്രൂഷയ്ക്ക് കയറി നിൽക്കുമ്പോൾ ഡൈവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി പറ, ആ സീസണിൽ നിന്ന്, ആ ടൈമിൽ നിന്ന് ഞാൻ മടങ്ങി വരും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള മടങ്ങി വരും ദൈവമക്കളെ. ഹല്ലേലൂയ. നമ്മൾ മടങ്ങി വരും. ആമേൻ. ഹല്ലേലൂയ. എന്നും നമ്മൾ പ്രവാസത്തിലിരിക്കത്തില്ല. പ്രവാസത്തിൽ നിന്ന് നമ്മൾ മടങ്ങി വരുന്നൊരു ടൈമുണ്ട്. എന്നും നിനക്ക് പ്രവാസമല്ല പറഞ്ഞിട്ടുള്ളത്, എന്നും നിനക്ക് കഷ്ടതയല്ല പറഞ്ഞിട്ടുള്ളത്, എന്നും നിനക്ക് ഊഴിയവേലയല്ല പറഞ്ഞിട്ടുള്ളത്, എന്നും നിനക്ക് അടിയല്ല പറഞ്ഞിട്ടുള്ളത്, എന്നും നിനക്ക് പീഡയല്ല പറഞ്ഞിട്ടുള്ളത്. നീ മടങ്ങി വരുമെന്നേ. കനാൻ ദേശം നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കനാൻ ദേശത്ത് നീ കാലുകുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കനാൻ ദേശം നിനക്കും നിന്റെ സന്തതിക്കോ അവകാശമായി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ പ്രവാസത്തിനകത്തു നിന്ന് പ്രവാസകാലം തീരുന്ന ടൈം ആകുമ്പോ നീ മടങ്ങി വരും. പ്രാരംഭത്തിൽ പരിശുദ്ധാത്മാവ് പ്രവചനാത്മാവിൽ കൈമാറുകയാ. പിശാചിട്ട ചില കൂടിനകത്തു നിന്ന് ചിലതിനെ തമ്പുരാ മടക്കി കൊണ്ടുവരൂ. പിശാചിട്ട ചില പദ്ധതിക്കകത്തു നിന്ന് ചിലതിനെ ദൈവം മടക്കി കൊണ്ടുവരൂ. പിശാചിന്റെ പ്ലാനിനകത്തു നിന്ന് ഇന്ന് രാത്രി ദൈവം ചില തലമുറകളെ മടക്കി കൊണ്ടുവരികയാ. പിശാച് വരച്ച വരക്കകത്തല്ല നിന്റെ തലമുറ പോകുന്നത്. പ്രാർത്ഥിക്കുന്ന നീ ഇടുന്ന ദൈവം വരയ്ക്കുന്ന വരക്കകത്ത് വായ് തുറന്ന് പറഞ്ഞാട്ടെ, ഞാനും എന്റെ കുടുംബവും, ഞാനും എന്റെ തലമുറയും മടങ്ങി വരുന്ന സമയമുണ്ട്. ദൈവം എന്നെ മടക്കി കൊണ്ടുവരൂ. എന്റെ തലമുറ ദൈവം മടക്കി കൊണ്ടുവരൂ. ഞാൻ ഈ ദൂത് പറയുമ്പോ ഒരുപക്ഷെ നിന്റെ വീടുമായി നിന്റെ തലമുറ ഒരു ബന്ധവും ഇല്ലെങ്കിലോ, നിന്നെ വിളിക്കുന്നില്ലെങ്കില്, നിന്നോട് സംസാരിക്കുന്നില്ലെങ്കിൽ, നിന്നെ ഒന്ന് കേൾക്കാൻ മനസ്സിലാക്കുന്നില്ലെങ്കിൽ, ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ, ദൈവം മടക്കി കൊണ്ടുവരുമെന്ന്. ഇന്ന് രാത്രി ആരോടോ പരിശുദ്ധാത്മാവ് പ്രവചനാത്മാവിൽ കൈമാറുന്നു. കർത്താവ് ദൈവം ചിലതിനെ മടക്കി കൊണ്ടുവരുന്നു. ചൂടാരാമല ഹസ്തര പ്രഭാരിയാതല ജാലപ്രഭരഘടകസിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കറിയാം ഈ ദൂത് ഭയങ്കരമായ ചലനങ്ങളെ സൃഷ്ടിക്കും. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ സ്വപ്നം കണ്ടതുപോലെയാ ഇസ്രായേൽ ജനം മടങ്ങി വന്നു. മനുഷ്യന്റെ സൃഷ്ടിപ്പ് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞതിന് ശേഷം അബ്രഹാം ദൈവത്തിന്റെ വിളി കേൾക്കുകയും ദൈവത്തിലേക്ക് അടുക്കുകയൊക്കെ ചെയ്തു. അബ്രഹാമിന്റെ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു,
ഹല്ലേലൂയ. ഞാൻ നിന്റെ തലമുറകളെ അനുഗ്രഹിക്കും, നിന്റെ സന്തതികളെ ഞാൻ അനുഗ്രഹിക്കും. ആമേൻ. ഹല്ലേലൂയ. പക്ഷെ ഈ അനുഗ്രഹമൊക്കെ പ്രാപിച്ചു കഴിഞ്ഞു ഏറിയ വർഷം ഇസ്രായേൽ ജനം മിസ്രയീമിലെ അടിമത്തത്തിലായിരുന്നു. ഇവരെങ്ങനെ അവിടുന്ന് വിടുവിച്ച് പുറത്തു വരുമെന്ന് ഇവർക്കറിയത്തില്ല. എങ്ങനെ പുറത്തു വരുമെന്ന് ഒരു ഐഡിയയും ഇല്ല. ഹല്ലേലൂയ. ഇവരവിടെ പ്രവാസത്തിലിരിക്കും, വളരെ പീഡ അനുഭവിക്കുന്നു. ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ച് അവർക്ക് പ്രയോജനമില്ല. ഹല്ലേലൂയ. സമാധാനമില്ല, സ്വസ്ഥതയില്ല, ചിരിയില്ല, ആർപ്പില്ല, സന്തോഷമില്ല. ഹല്ലേലൂയ. സകലതും പൈശാചിക മണ്ഡലം എടുത്തു കളഞ്ഞ ഒരു ടൈം. ഞാൻ ആത്മാവിൽ വിളിച്ച് പറയട്ടെ, നിന്റെ ചിരിയെ, നിന്റെ സമാധാനത്തെ, ഹല്ലേലൂയ, നിങ്ങളുടെ നാവിലെ ആർപ്പിനെ പിശാച് എടുത്തു കളഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ, അത് മടങ്ങി വരാൻ പോവുകയാ. ഓ റബ കച്ചല റാംദന. പ്രാർത്ഥിച്ചോ, അത് മടങ്ങി വരാൻ പോകുകയാ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചു, അത് മടങ്ങി വരാൻ പോകുകയാ. ഹല്ലേലൂയ. പിശാച് എടുത്തു കളഞ്ഞ ചിരിയില്ലേ, പിശാച് എടുത്തു കളഞ്ഞ സന്തോഷമില്ലേ, പിശാച് നിന്റെ കൂടാരത്തിന് അകത്തുനിന്ന് എടുത്തു കളഞ്ഞ ആർപ്പില്ലേ. ഓ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ആ ആർപ്പിന്റെ സ്വരം ഈ രാത്രി മുതൽ നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടാൻ തുടങ്ങുന്നെന്ന്. ഹല്ലേലൂയ. ചില പ്രശ്നമൊക്കെ കൊണ്ടിട്ടിട്ട് നിന്റെ ചിരിയെ അങ്ങ് എടുത്തു കളഞ്ഞു. അകത്ത് സന്തോഷമുണ്ടെങ്കിൽ അല്ലേ ചിരിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് ചിരിക്കണമെങ്കിൽ അകത്ത് സന്തോഷമുണ്ടാകണം. അകത്ത് നല്ല സമാധാനം ഉണ്ടെങ്കിലേ നമുക്ക് നന്നായി ചിരിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ചിരിക്കാം, എങ്ങനെ ഉണ്ടാക്കി ചിരിക്കാം. ആ ചിരി കാണുമ്പോഴും നല്ല ഹൃദയം നിറഞ്ഞ ചിരി കാണുമ്പോഴും നമുക്ക് മനസ്സിലാകും, ഹൃദയം നിറഞ്ഞുള്ള ചിരി, ഹൃദയം നിറഞ്ഞ ഫേസ് നിനക്ക് വരണമെങ്കിൽ നിന്റെ അകത്ത് സന്തോഷമുണ്ടാകണം. പക്ഷെ ഈ സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതെ ഇസ്രായേൽ ജനത്തിന്റെ സ്ഥിതിയെ മുഴുവൻ മാറ്റി അവരുടെ സന്തോഷത്തെ എടുത്തു കളഞ്ഞു, അവരുടെ ആർപ്പിനെ എടുത്തു കളഞ്ഞു, അവരുടെ സമാധാനത്തെ എടുത്തു കളഞ്ഞു. അവരെ കൊണ്ടിപ്പോ വളരെയധികം കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. അടിമത്തം തീരത്തില്ലെന്ന് വിചാരിച്ച സമയം, അടിമത്തത്തിൽ എന്നും കിടക്കുമെന്ന് വിചാരിച്ച സമയം, ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് വിചാരിച്ച സമയം, അതിഭയങ്കരമായി ദൈവത്തിന്റെ കരം അവർക്ക് വേണ്ടി ഇറങ്ങി വരികയാ. അതിഭയങ്കരമായ രീതിയിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ചില സാഹചര്യം തീരത്തില്ല, അനുഭവിച്ചു കൊണ്ടുപോകുന്ന പ്രതികൂലം ഇനി കഴിയത്തില്ല, ഈ സമാധാന അവസ്ഥയിലേക്ക് ഞാൻ വരത്തില്ല, എന്റെ കുടുംബം ഒരു സമാധാനം അനുഭവിക്കത്തില്ല, എന്റെ കുടുംബ സന്തോഷം അനുഭവിക്കത്തില്ല, എന്റെ വീടിനകത്തിന് ആർപ്പിന്റെ സ്വരം ഉണ്ടാകത്തില്ലെന്ന് പറയുമ്പോ ഇന്ന് രാത്രി സ്വർഗം കൈമാറുകയാ. നോ, ആ സാഹചര്യം നിന്റെ വീടിനകത്ത് 2025 മടങ്ങി വരാൻ പോകുകയാ. കരപടിക്കാമെങ്കിൽ നന്നായി കരപടിച്ച് ഇത് സ്വീകരിക്കാൻ പറ്റുന്നവ കരപടിച്ച് കർത്താവിനെ 2-3 മിനിറ്റുകളൊന്ന് സ്തുതിച്ചു തുടങ്ങിയാട്ടെ. നിന്റെ സ്ഥിതിയെ ദൈവം മാറ്റാൻ തുടങ്ങുകയാ. ഏത് പ്രവാസത്തിനകത്തോ ഏത് കഷ്ടതയ്ക്കകത്തോ ഇറങ്ങി വന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ ശക്തനായ ചൂടാലബര ഹസ്തല പ്രഭാരിയാദല ജാലപ്രവര ഘടകസിയ. പക്ഷെ പഴയ നിയമമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇവരെ ദൈവം വിടുവിച്ചുകൊണ്ട് വന്നു. പക്ഷെ പിന്നെയും ഇവര് പലതരത്തിലുള്ള ദൈവത്തിൽ നിന്ന് അകന്ന് സഞ്ചരിക്കും. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് മാറി സഞ്ചരിക്കും. പക്ഷെ അവിടുന്നെല്ലാം പല പല ഘട്ടങ്ങളായി അമ്മേ ഇവരെ തിരിച്ചു കൊണ്ടുവരികയാണ്. അമ്മേ ഞാൻ തിരിച്ചു കൊണ്ടുവരുമ്പോ ഹല്ലേലൂയ
ഇവർ പറഞ്ഞ യഹോവ അതിശയകരമായ കാര്യങ്ങളാൽ അതിശയകരമായി വിശ്വസിക്കാൻ പറ്റാത്ത നിലയില്, നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത നിലയില് ദൈവം മടക്കിക്കൊണ്ടുവരുമ്പോ ഇവർ പാടുകയാണ്, അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയില്ലായിരുന്നു, പ്രവാസത്തിലിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ചിരിക്കാൻ പറ്റത്തില്ല, അന്ന് ഞങ്ങളുടെ ഹാലേലുയ്യ നാവിൽ ആർപ്പ് നിറഞ്ഞിരുന്നില്ല, അന്ന് ഞങ്ങൾക്ക് സന്തോഷമില്ല, അന്ന് ഞങ്ങൾക്ക് സ്വസ്ഥതയില്ല, അന്ന് ഞങ്ങൾക്ക് സമാധാനമില്ല, വീടിനകത്ത് വെച്ച ആഹാരം നന്നായി കഴിക്കാൻ പറ്റുന്നില്ല, ഹാലേലുയ്യ ഒരു തരത്തിലും ഒരു സമാധാനം അനുഭവിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇന്ന് ഞാൻ ആയിരിക്കുമ്പോ ഹാലേലുയ്യ ഞാൻ സ്വപ്നം കാണുന്നത് പോലെ ഇരിക്കുകയാണെന്ന്. ഹാലേലുയ്യ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു മടങ്ങി വരുന്നത്, സ്വപ്നം കാണുന്നത് പോലെ. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുകയാണേ, യഹോവ അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യാൻ തുടങ്ങുകയാ. ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യാൻ തുടങ്ങുകയാ. ആരും സഹായിക്കാനില്ലാത്ത മേഖലയില്ലേ, ആരും ഇറങ്ങി വന്ന് രക്ഷപ്പെടുത്താനില്ലാത്ത മേഖലയില്ലേ, ആരും നിന്നെ കൂട്ടൊന്ന് സഹായിക്കാനില്ലാത്ത മേഖലയില്ലേ, നിനക്ക് വേണ്ടി കരമൊന്ന് തന്ന് നിന്നെ കയറ്റാൻ കഴിയാത്തൊരിടമില്ലേ, ഹല്ലേലൂയ നിനക്ക് വേണ്ടി ഹല്ലേലൂയ സംസാരിക്കാൻ ആരുമില്ലാത്ത ഇടമില്ലേ, അവിടെ ദൈവത്തിന്റെ കരം ഇറങ്ങി വരികയാ, അവിടെ ദൈവത്തിന്റെ കരം ഇറങ്ങി വരികയാ. എന്തിനാണെന്നറിയാമോ? വൻ കാര്യങ്ങളെ ചെയ്യുവാൻ. ഇന്ന് രാത്രി ആരെയോ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിച്ച് കൈമാറുകയാ, യഹോവ നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ. ചില കുടുംബങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് ആത്മാവിൽ പ്രവചിക്കുന്നല്ലോ, ഹല്ലേലൂയ ചില വൻ കാര്യങ്ങൾ ദൈവം ചെയ്യാൻ തുടങ്ങുകയാ. ഓനി വിശ്വസിച്ചോ? തലമുറയ്ക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ദൈവം ചെയ്യാൻ തുടങ്ങുന്നു. ഹല്ലേലൂയ ചിരികൾ പോയത്, ആപ്പ് പോയ ചില വിഷയങ്ങൾ, ചിരി മങ്ങിയ ചില വിഷയങ്ങൾ, കണ്ണു നനയിക്കുന്ന ചില വിഷയങ്ങൾ, കണ്ണുനീരിനെ ഒഴുക്കിവയ്ക്കുന്ന വിഷയങ്ങൾ, സങ്കടത്തിലേക്ക് ആക്കുന്ന ചില വിഷയങ്ങൾ, ആ വിഷയത്തിനകത്ത് ദൈവം ചിരി നൽകാൻ തുടങ്ങുന്നു. ആർപ്പിടത്തക്ക നിലയില് ദൈവം ചില വൻ കാര്യങ്ങളെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിയ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു ഭാഗം എന്താണെന്നറിയാം. 2ാമത്തെ വാക്യം വായിക്കുന്നു, അത് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിൽ ആർപ്പും നിറഞ്ഞിരുന്നു. യഹോവ അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിൽ അന്ന് പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. ജാതികളുടെ ഇടയിൽ പറയാൻ പോവാ ഇനി. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, നീ അല്ല പറയുന്നത്, ദൈവം പ്രവർത്തിക്കുന്ന, ദൈവം നിന്റെ ലൈഫിനകത്ത് പ്രവർത്തിച്ച വിധങ്ങൾ ഹല്ലേലൂയ ഇനി ജാതികൾ പറയാൻ പോകുകയാണെന്ന്, ഹല്ലേലൂയ മറ്റുള്ളവർ പറയാൻ പോകുകയാണെന്ന്. നീ സ്റ്റേണായിട്ട് നിന്ന് കൊടുക്ക, നീ പ്രമാണത്തിനനുസരിച്ച് നിൽക്ക, നീ ദൈവിക ഹല്ലേലൂയ പ്രമാണത്തിനനുസരിച്ച് ചുവടുകൾ വെക്ക്, ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ കാലുവെക്ക്, പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്ക്, ആരാധനയ്ക്ക് മുൻതൂക്കം കൊടുക്ക്, വചന ധ്യാനത്തിന് മുൻതൂക്കം കൊടുക്ക്, ദൈവിക ശുശ്രൂഷകൾക്ക് മുൻതൂക്കം കൊടുത്ത് നിൽക്ക്. ദൈവം നിനക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പ്രാരംഭത്തിൽ ഓർമ്മിച്ചതുപോലെ നിന്റെ ഭാഗം ക്ലിയർ ആണെങ്കിൽ, നിന്റെ ഭാഗം ഓക്കെ ആണെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് വൻ കാര്യങ്ങളെ ചെയ്യും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളുടെ ഇടയിൽ വൻ കാര്യങ്ങളെ ചെയ്യും. കാരണം എന്താണെന്നറിയാമോ? ഇത് ജാതികളെ കൊണ്ട് എന്റെ ദൈവത്തിന് പറയിപ്പിക്കണം. ഹല്ലേലൂയ. നീ പറയുന്നതിലപ്പുറമായി, ഹല്ലേലൂയ നീ പറയുന്നതിലപ്പുറമായി ജാതികൾ പറയണം. എന്തോ ഹല്ലേലൂയ അവരിലൊരു പ്രത്യേകതയുണ്ട്, എന്തോ ആ കുടുംബത്തിനകത്ത് എന്തോ ഒരു പ്രത്യേകതയുണ്ട്, ആ തലമുറയിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ദേശത്തുള്ള ആർക്കും ഇല്ലാത്തൊരു പ്രത്യേകത, ദേശത്തുള്ള തലമുറകൾക്ക് ഇല്ലാത്തൊരു പ്രത്യേകത, ഹല്ലേലൂയ ഒരു പട്ടണത്തിനകത്ത് ആർക്കും ഇല്ലാത്തൊരു പ്രത്യേകത നിന്റെ കുടുംബത്തിനകത്തുണ്ടെന്ന് ജാതികൾ പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദേശത്ത് നീ പാർക്കുമ്പോ, ഒരു പട്ടണത്തിൽ നീ ആയിരിക്കുമ്പോ, ആ പട്ടണത്തിനകത്ത് ഇല്ലാത്ത ഒരു കുടുംബത്തിനകത്തോ ഹല്ലേലൂയ ഇല്ലാത്തൊരു സന്തോഷം, ഇല്ലാത്തൊരു ചിരി, ഇല്ലാത്ത ഒരു ആർപ്പ് നിന്റെ കൂടാരത്തിനകത്തുണ്ടാകുമെന്ന് ഹല്ലേലൂയ ഞാൻ പറഞ്ഞ, എന്റെ ഭാഷയിൽ പറഞ്ഞ, നീ പാർക്കുന്ന പട്ടണത്തിനകത്ത് നിന്റെ 4
പറയുന്നുണ്ട്. എത്ര പേർ അത് ആഗ്രഹിക്കുന്നു? എന്നെ പറ്റി ജാതികൾ പറയണം, എന്റെ കുടുംബത്തെ പറ്റി ജാതികൾ പറയണം, എന്റെ തലമുറകളെ പറ്റി ജാതികൾ അത് പറയണം. ദൈവമക്കളെ, ഒത്തിരി വേദനയോടെ ഞാൻ പറയട്ടെ, ഇന്ന് പലപ്പോഴും തിരിച്ചാ സംഭവിക്കുന്നത്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുകയാ, ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി പ്രവചനാത്മാവിൽ കൈമാറുകയാ. ഒന്ന് തിരിയാൻ മനസ്സുണ്ടെങ്കിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവ സന്നിധിയോട് അടുക്കാൻ മനസ്സുണ്ടെങ്കിൽ, തിരിയാൻ മനസ്സുണ്ടെങ്കിൽ, ഇത് നിന്നെ പറ്റി ജാതികൾ പറയാൻ തുടങ്ങുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നേരെ തിരിച്ചാ സംഭവിക്കുന്നത്. ഇത് നേരെ തിരിച്ചാ. ഞാൻ തിരുവേദനയോടെ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. പലപ്പോഴും ഇനി ഞാൻ ഇത് തിരിച്ചാ പറയുന്ന ജാതികള്. ഹല്ലേലൂയ. ഒന്ന് മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ, ഒത്തിരി സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് പ്രവചനാത്മാവിൽ കൈമാറുക. ദയവായി ആരും എന്നോട് പടങ്ങരുത്. ഒന്ന് മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ നിന്റെ സ്ഥിതിയെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹോശിയ പ്രവചനം 6-ാം അധ്യായം 11-ാം വാക്യം പെട്ടെന്ന് എന്റെ അകത്തേക്ക് കയറി വന്നൊന്ന് വായിച്ചാട്ടെ. ഹോശിയ പ്രവചനം 6-ാം അധ്യായം 11-ാമത്തെ വാക്യം. ആമേൻ, ഹല്ലേലൂയ. കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ദൈവം ദേശത്തിന്റെ സ്ഥിതി മാറ്റും. അത് കർത്താവ് പറഞ്ഞ പ്രോമിസാ. അത് കർത്താവ് ഹല്ലേലൂയ ദൈവിക പദ്ധതിയാ. ഹല്ലേലൂയ. ആ ടൈമിൽ നീ ഓക്കെ ആണെങ്കിൽ നിനക്കും ഒരു കൊയ്ത്തുണ്ട്. ഹല്ലേലൂയ. നിനക്കും ഒരു കൊയ്ത്തുണ്ട്. നീ റെഡിയാണെങ്കിൽ, സ്ഥിതി മാറ്റുമ്പോൾ ഹല്ലേലൂയ നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവം ദേശത്തിന്റെ സ്ഥിതി മാറ്റും. ആ സാഹചര്യത്തിനകത്ത് അതിനകത്ത് നീ ഉറച്ചു നിന്നാ മതി. നിനക്കും ആ കൊയ്ത്തിന്റെ ഒരു ഭാഗമായി തീരുവാൻ, നിനക്കും അതിന്റെ ഹല്ലേലൂയ ആ സീസണിൽ ഒരു ഭാഗമായി തീരുവാൻ ദൈവം നിന്നെ ഒരുക്കുമെന്ന് ഞാൻ പറഞ്ഞ അത് വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് ഒരു നല്ല മഹത്വം കൊടുത്താട്ടെ. ആമേൻ, ഹല്ലേലൂയ. ഇസ്രായേൽ പലതവണ ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയാണ്. ഇവർക്ക് വേണ്ടി ദൈവം ചെയ്ത അത്ഭുതങ്ങള് ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യം. പലതവണ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഫുഡ്, വീട്ടിൽ വാതിൽ ഡോറ് തുറന്നു നോക്കുമ്പോൾ, വൈകിട്ടാകുമ്പോൾ അന്നു വേണ്ടുന്നത്, ഹല്ലേലൂയ അന്നു വേണ്ടുന്നത് എങ്ങനെല്ലാം ഇവരെ നടത്താമോ അങ്ങനെയെല്ലാം അതിശയകരമായി നടത്തണം. പക്ഷെ കനാൻ ദേശം അവകാശമാക്കി കഴിഞ്ഞു. അവിടുത്തെ സമൃദ്ധി അനുഭവിച്ചതിന് ശേഷം ദൈവത്തിൽ നിന്ന് ഇവർ പാടയാകലാൻ തുടങ്ങി. ഹല്ലേലൂയ. പക്ഷേ അവിടെ നിന്ന് കർത്താവ് മടക്കിക്കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. ദൈവം അവിടെ നിന്ന് മടക്കിക്കൊണ്ടുവരികയാണ്. രാത്രി ഞാൻ പറയട്ടെ, നന്മകൾ പ്രാപിക്കുമ്പോൾ, അനുഗ്രഹം അനുഭവിക്കുമ്പോൾ ദൈവത്തെ മറന്നു പോകരുത്. ദൈവത്തെ മറന്നു പോകരുത്. നിനക്ക് കാർ ദൈവം തരും, വീട് ദൈവം തരും, വസ്തു ദൈവം തരും. നിന്റെ തലമുറകളെ മഞ്ഞു പൊഴിയുന്ന രാജ്യത്തിനകത്ത് കർത്താവ് വിടും. അല്ലെങ്കിൽ എന്തെല്ലാം നന്മകൾ ഈ ഭൂമിയിൽ നിനക്ക് തരാമോ അതെല്ലാം തരും. പക്ഷെ ഒരു കാര്യം, ഹല്ലേലൂയ, ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഒന്നും നീ മറന്നു പോകരുത്. ഹല്ലേലൂയ. നീയും നിന്റെ തലമുറയും ദീർഘായുസ്സോടിരിക്കുവാൻ, അനുഗ്രഹം അനുഭവിക്കുവാൻ, ഹല്ലേലൂയ, ദൈവം പറഞ്ഞത് അനുസരിച്ച്, ഹല്ലേലൂയ, ദൈവം പറയുന്നതിനനുസരിച്ച് ജീവിച്ചാൽ ഏത് പ്രതികൂലത്തിനകത്ത് നീ പോയാലും നിന്റെ തലമുറയെയും നിന്നെയും ദൈവം മടക്കിക്കൊണ്ടുവരും. കുറച്ചുകൂടെ ഞാൻ ഇറങ്ങി പറഞ്ഞ, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ, ആരാധിക്കുന്ന ദൈവ പൈതലാണെങ്കിൽ, ദൈവനാമത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ദൈവ പൈതലാണെങ്കിൽ, ഹല്ലേലൂയ, ഏത് രാജ്യത്ത് നീ പോയാലോ, ആ രാജ്യത്ത് എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടായാലോ, ഏതെല്ലാം പ്രതികൂലമുണ്ടായാലോ, നിനക്ക് വേണ്ടി എന്റെ ദൈവം ഹല്ലേലൂയ അവിടുത്തെ സീസണെ തിരിക്കുമെന്ന് അവിടെ ഒരു ദൈവ പ്രവൃത്തി അയച്ച്,
നിന്നെ ദൈവം മടക്കിക്കൊണ്ടുവരും. ആമേൻ. ഹല്ലേലൂയ. ഇതാരാ പറയേണ്ടത്? ജാതികൾ പറയണം. ഇതാരാ പറയേണ്ടത്? ജാതികൾ പറയണം. ആമേൻ. നമ്മളല്ല പറയേണ്ടത്. ഹല്ലേലൂയ. കാരണം ജാതികൾ പറയണമെങ്കിൽ എന്തായിരിക്കണം? നമ്മുടെ ഇടയിൽ വൻ കാര്യങ്ങൾ നടക്കണം. ആമേൻ. ഹല്ലേലൂയ. നന്നായി ഹല്ലേലൂയ ജീവിച്ച ദൈവിക പ്രവർത്തികൾ നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടുമ്പോൾ ജാതികൾ പറയാൻ തുടങ്ങും, ദേ ആ കുടുംബത്തിനകത്ത് എന്തോ ഒരു പ്രത്യേകതയുണ്ട്, ആ കുടുംബത്തിനകത്ത് എന്തോ ഒരു മാറ്റമുണ്ട്. അത് ആരാധിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ വീടാ, അത് ആരാധിക്കുന്ന ഒരു ദൈവ പൈതലാ, ആ മുട്ടുമടക്കുന്ന ഒരു ദൈവ പൈതലാ, ആ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ദൈവ പൈതലാ, ആ ദൈവിക കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവ പൈതലാ. അതുകൊണ്ട് അവനിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ പറയാം, അങ്ങനെയുള്ള ഒരു ദൈവ പൈതലാണെങ്കിൽ ആരെല്ലാം വഴികൾ കൊട്ടിയടച്ചാലോ, ഏതെല്ലാം സാഹചര്യങ്ങൾ വന്ന് നിന്റെ മുന്നോട്ടുള്ള വഴി അടഞ്ഞു പോയാലോ, ആത്മാവിൽ ഞാൻ പറയട്ടെ, ദൈവം നിനക്ക് വേണ്ടി പുതിയ ചില വഴികളെ തുറന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീ ആരാധിക്കുന്ന ദൈവ പൈതലാണെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കുമെന്ന്. ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. ദൈവം നിന്നെ മടക്കി കൊണ്ടുവരും. നഷ്ടപ്പെട്ടു പോയ ചിരിയില്ലേ, നഷ്ടപ്പെട്ടു പോയ ആർപ്പില്ലേ, വീടിനകത്തു നിന്ന് ഇല്ലാതായി പോയ സന്തോഷമില്ലേ, ദൈവം നിനക്ക് മടക്കി തരുമെന്ന്. എന്തോ പരിശുദ്ധാത്മാവ് ആത്മാവിൽ പ്രവചനാത്മാവിൽ കൈമാറുകയാ. ചില വീടുകൾക്കകത്ത് നഷ്ടപ്പെട്ടു പോയ സന്തോഷത്തെ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം മടക്കി തരികയാ. സ്വീകരിക്കുന്നവരെല്ലാം സ്വീകരിച്ചോ. നഷ്ടപ്പെട്ടു പോയ സന്തോഷത്തെ ദൈവം മടക്കി തരികയാ. നാളുകളായി നഷ്ടപ്പെട്ടു പോയ ഒരു ചിരിയുണ്ട്, നാളുകളായി നഷ്ടപ്പെട്ടു പോയ ആർപ്പുണ്ട്. ഒന്ന് ആർപ്പിടുവാൻ കഴിയാതെ, ഒന്ന് ജയിക്കുവാൻ കഴിയാതെ, എവിടൊക്കെയോ നീ തോറ്റുപോയ മേഖലയിൽ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, നിന്റെ നാവിനകത്ത് ആർപ്പിന്റെ ശബ്ദം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ വചനം ചില വീടുകൾക്കകത്ത് ശക്തിയോടെ തുറക്കുന്നു. ശക്തിയോടെ തുറന്നു വരുന്നു. ചൂരബാല ഹസ്തര ജാലപ്രഭര വൈഡബാല വശാലപ്രഭര. എവിടെ നിന്നെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചാൽ നീ മടങ്ങി വരും. കരീത്തിനകത്ത് കൊണ്ട് ഒളിപ്പിച്ചിട്ടിരിക്കുക. ഒറ്റ വാക്ക് കേട്ടി പൊളിച്ചിരിക്കുക. പക്ഷെ നിന്നെ മടക്കിക്കൊണ്ടിരുന്നൊരു ദൈവം. ആമേൻ. ഹല്ലേലൂയ. നിന്നെ മടക്കിക്കൊണ്ടുവരും. ചില വീടുകൾക്കകത്ത് പരിശുദ്ധ പ്രവചിക്കുന്നു. ഏതൊക്കെയോ മേഖലയിൽ ഒതുങ്ങിപ്പോയ ചിലതിനെ, ഏതൊക്കെയോ മേഖലകളിൽ ഒറ്റയ്ക്കായി പോയ ചിലതിനെ കർത്താവ് മടക്കി കൊണ്ടുവരാൻ പോകയാ. നഷ്ടപ്പെട്ടു പോയ കുടുംബജീവിതത്തെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ആരെങ്കിലും ആ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇന്ന് സ്വർഗം നിന്റെ കുടുംബജീവിതത്തെ മടക്കി തരികയാ. കുടുംബജീവിതം നഷ്ടപ്പെട്ടു പോയത് ചിലത് ഇന്ന് സ്വർഗത്തിലെ ദൈവം കൈമാറുന്നു. 2025 ജാനുവരി മാസത്തില് ദൈവം അത് മടക്കി തരാൻ പോകുകയാ. ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്നവർ പ്രാർത്ഥിച്ചോ. ദൈവം അത് മടക്കി തരാൻ പോകുകയാ. അത് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ദൈവം മടക്കി തരാൻ പോകുകയാ. നഷ്ടപ്പെട്ടു പോയ സന്തോഷമല്ലായിരുന്നു അത്. ഒരു കാലഘട്ടത്തിൽ സന്തോഷത്തോടെ ഇരുന്നു, ഒരു കാലഘട്ടത്തിൽ സന്തോഷത്തോടെ ജീവിച്ചു. പക്ഷെ ഒരു ടൈം കഴിഞ്ഞപ്പോ പിശാച് കള വിതച്ചു. ഇപ്പൊ നഷ്ടപ്പെട്ടു പോയി. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, സ്വർഗം അത് മടക്കി തരുന്നു. ഇതിനകത്തിരിക്കുന്ന ചില അഭിഷക്തരെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാ. ഒരു സീസണിൽ കർത്താവിന് വേണ്ടി ശക്തമായി നിന്നു, കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെട്ടു. പക്ഷെ ഇപ്പോൾ അതിന് കഴിയുന്നില്ല. എവിടൊക്കെയോ ഒതുങ്ങിപ്പോയി, എവിടൊക്കെയോ ക്ഷീണിച്ചു പോയി. ഇന്ന് സ്വർഗം തരുന്നു ആ പഴയ ശുശ്രൂഷയെ അതിലും ശ്രേഷ്ഠകരമായ നീതിയിൽ, അതിലും വേഗതയോടെ ദൈവം മടക്കി തരുന്നു. സ്വീകരിക്കാൻ പറ്റുന്നവരെല്ലാം സ്വീകരിക്കും.
സ്വീകരിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അത് മടക്കി തരികയാ. നിന്റെ ശുശ്രൂഷകളെ ദൈവം മടക്കി തരുന്നു. നിന്റെ വാഗ്ദത്തങ്ങളെ ദൈവം മടക്കി തരുന്നു. നിന്റെ നിയോഗങ്ങളെ ദൈവം മടക്കി തരുന്നു. സ്വീകരിച്ചോ. ഏതൊക്കെയോ പ്രാർത്ഥനാ വിഷയങ്ങളെ സ്വർഗമേ രാത്രി മടക്കി തരികയാ. പിശാച് തരത്തില്ലെന്ന് പറയുന്ന ചില വിഷയങ്ങൾ, പിശാച് നീ കാണത്തില്ലെന്ന് പറയുന്ന വിഷയങ്ങൾ, ഹല്ലേലൂയ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പെൻഡിംഗ് ആയി കിടക്കുന്ന ചില വാഗ്ദത്തങ്ങൾ സ്വർഗത്തിലെ ദൈവമേ രാത്രി മടക്കി തരുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ വചനമാ വീടിനകത്ത് ഇന്ന് രാത്രി ശക്തിയോടെ തുറക്കുന്നു. സ്വീകരിച്ചോ. ചിരി നഷ്ടപ്പെടുത്തിയ ചില മേഖലകൾ, ആർപ്പ് നഷ്ടപ്പെടുത്തിയ ചില മേഖലകൾ, സന്തോഷം നഷ്ടപ്പെട്ട ചില മേഖലകൾ ഇന്ന് രാത്രി ആ മേഖലകൾ നീ ഫ്രീ ആകുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നിന്റെ അവസ്ഥ മാറുമ്പോൾ ജാതികൾ ഇത് പറയാൻ തുടങ്ങുകയാ. പക്ഷെ ഇന്നലെ വരെ ജാതികൾ പറഞ്ഞത് അവനൊരു നന്മയുണ്ടാകത്തില്ല, ആ കുടുംബത്തിനൊരു നന്മയില്ല, അവന്റെ തലമുറ ഒരു ഗതി പിടിക്കാതെ കിടക്കുന്നു, ഒരിടത്തും എത്താതെ കിടക്കുന്നു. ഇതാ നിന്നെ നോക്കി ജാതികൾ പറഞ്ഞത്, ഇതാ നിന്നെ നോക്കി ജാതികൾ പറയുന്നത്. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം ഇന്ന് നിന്റെ സ്ഥിതി മാറ്റാൻ തുടങ്ങിയ ജാതികളെ കൊണ്ട് തിരുത്തി പറയിക്കത്തക്ക നിലയില് ഹാലേലുയ. എത്ര പേർ അത് ആഗ്രഹിക്കുന്നുണ്ട്. എന്നെ പറ്റി ഹാലേലുയ, നിന്നെ പറ്റി മോശമായി പറഞ്ഞവരെല്ലാം, നിന്നെ പറ്റി ഹാലേലുയ മോശമായി പറഞ്ഞവർ, നീ നന്നാകത്തില്ലെന്ന് പറഞ്ഞവർ, നീ രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞവർ, ഹാലേലുയ, 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 നീ ഗതി പിടിക്കത്തില്ലെന്ന് പറഞ്ഞവരെ കൊണ്ട് തന്നെ ദൈവം തിരുത്തി പറയിക്കാൻ തുടങ്ങുകയാ. ഹാലേലു, തിരുത്തി പറയിക്കാൻ തുടങ്ങുകയാ. ഇതെങ്ങനെ സംഭവിക്കുന്നത്? സ്വപ്നം കാണുന്നവരെ പോലെ ചില വിടുതലുകൾ, സ്വപ്നം കണ്ടതുപോലെ ചില ദൈവപ്രവർത്തികൾ, സ്വപ്നം കണ്ടതുപോലെ ചില മടങ്ങി വരവ് ഇന്നു രാത്രി സ്വർഗത്തിലെ ദൈവം നിനക്ക് തുറക്കുകയാ. പ്രിൻസി കുഞ്ഞെ, നീ സ്വീകരിച്ചോ. ഇത് നിന്നോടുള്ള ദൂത. നീ എങ്ങുമെങ്ങും എത്തത്തില്ലെന്ന് പറഞ്ഞത്, എങ്ങുമെങ്ങും എത്തത്തില്ലെന്ന് ആമേൻ പറയാൻ പറ്റുന്നവരെല്ലാം ആമേൻ പറഞ്ഞോണ്. പറഞ്ഞവരുടെ നാവുകൊണ്ട് തിരുത്തി പറയിക്കത്തക്ക നിലയില് ദൈവത്തിന്റെ ഒരു വൻ കാര്യങ്ങൾ, ദൈവിക പ്രവർത്തികൾ. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലതൊക്കെ മടങ്ങി വരാൻ തുടങ്ങുകയാ കേട്ടോ. ചിലതൊക്കെ മടങ്ങി വരാൻ തുടങ്ങുകയാ. നിന്റെ കണ്ണിന് മുന്നിൽ മടങ്ങി വരത്തില്ലെന്ന് പറഞ്ഞത്, നീ ആ നന്മ കാണത്തില്ലെന്ന് പറഞ്ഞത്, നീ ആ വാഗ്ദത്തം അനുഭവിക്കത്തില്ലെന്ന് പറഞ്ഞത്, ഇസ്രായേൽ ജനത്തിന് കാരാദേശം അവകാശമാക്കത്തില്ലെന്ന് പറയുമ്പോ പറഞ്ഞ വാഗ്ദത്ത ദേശത്തിനകത്തേക്ക് ദൈവം അവരെ കൊണ്ടെത്തിച്ചെങ്കിൽ നിന്നെ തക്ക സമയത്ത് നിന്നോട് പറഞ്ഞ വാഗ്ദത്തത്തിനകത്ത് ദൈവം നിന്നെ എത്തിക്കുന്ന ടൈമിലേക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എവിടെ കൊണ്ട് ഒതുക്കിയിട്ടാലോ, എവിടെ കൊണ്ട് ഏത് പ്രവാസത്തിലല്ല, എവിടെ കൊണ്ട് നിന്നെ ഒതുക്കിയാലോ നീ മടങ്ങി വരോ, നീ മടങ്ങി വരോ, നീ മടങ്ങി വരോ. നീ മടങ്ങി വരണമെന്നുള്ള ദൈവിക പദ്ധതിയാണെങ്കിൽ ഒരു പ്രവാസത്തിനോ നിന്റെ വാഗ്ദത്തത്തെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ലെന്ന്. ഒരു ദേശത്തിനോ നിന്റെ വാഗ്ദത്തത്തെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. ഒരു നിയമങ്ങൾക്കും നിന്റെ വാഗ്ദത്തത്തെ പ്രാപിച്ചോ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുകയാ. നീ മടങ്ങി വരുന്ന സീസണിലേക്ക് നഷ്ടപ്പെട്ടു പോയ ചിലരൊക്കെ മടങ്ങി വരാൻ തുടങ്ങുകയാ. എനിക്കറിയില്ല, പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കുന്നു, 2024 വരെ നഷ്ടപ്പെട്ടു പോയ സകലതോ യേശുവിന്റെ നാമത്തിൽ ഷാജികളെ മടങ്ങി വരാൻ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇനി നിന്റെ ചിരിയുടെ സമയമാ, ഇനി നിന്റെ സന്തോഷത്തിന്റെ സമയമാ, ഇനി നിന്റെ ആർപ്പിന്റെ സമയമാ. ഒരു പിശാചിനോ നിന്റെ ആർപ്പിനെ എടുത്തു കളയാൻ പറ്റത്തില്ല. ഒരു പിശാചിന് നിന്റെ ചിരിയെ എടുത്തു കളയാൻ.
നിന്റെ ആരോഗ്യത്തെ പിടിച്ചിട്ട് പറഞ്ഞു, ഇല്ല, ആ പഴയ ആരോഗ്യം നിനക്ക് ലഭിക്കത്തില്ല, നീ ഇനി എഴുന്നേറ്റ് നടക്കത്തില്ല, നീ കട്ടിലിനകത്ത് കിടന്നു പോകൂ. ഇന്ന് സ്വർഗത്തിൽ ഇല്ല. നിനക്കൊരു മടങ്ങി വരവുണ്ട്, നിനക്കൊരു മടങ്ങി വരവുണ്ട്. നിന്റെ ശുശ്രൂഷയിൽ ഒതുക്കിയിട്ട് പിശാച് പറയൂ നീ മടങ്ങി വരത്തില്ലെന്ന്. പക്ഷെ സ്വർഗത്തിലെ ദൈവം പറയേ, സ്വപ്നം കാണുന്നത് പോലെ എന്റെ മകൻ എന്റെ മകൾ മടങ്ങി വരും. പിശാച് പറയുമ്പോ സ്വർഗത്തിൽ അപ്പം പറയില്ല, സ്വപ്നം കാണുന്നവരെ പോലെ ഞാൻ അവരെ മടക്കിക്കൊണ്ടുവരൂ, സ്വപ്നം കാണുന്നവരെ പോലെ ഞാൻ അവരെ മടക്കിക്കൊണ്ടുവരൂ. ചിരി കളഞ്ഞ മേഖലയിൽ, ആർപ്പ് കളഞ്ഞ മേഖലയിൽ, ആരോഗ്യം ക്ഷയിപ്പിച്ച മേഖലയിൽ സകലതും ഞാൻ തിരിച്ചു കൊടുക്കും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അല്പമിനിറ്റുകൾ അന്യഭാഷയിൽ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. സ്വപ്നം കാണുന്നത് പോലെ നിന്നെ മടക്കി കൊണ്ടുവരും. ഹല്ലേലൂയ. എന്തിനാന്നറിയാമോ? നാവ് കൊണ്ട് പറയണം, യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഹല്ലേലൂയ സന്തോഷിക്കുന്നു. ആമേൻ. യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഇന്ന് രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് നിന്റെ വീടിനകത്ത് ദൈവം വൻ കാര്യങ്ങൾ ചെയ്യണമെന്ന്? ആമേൻ. ഹല്ലേലൂയ. ഇത് കണ്ട് സന്തോഷിക്കത്തക്ക നിലയിൽ ചില തലമുറകളിൽ മേൽ ഈ രാത്രി വചനം ഭയങ്കരമായി റിലീസാകുന്നു. ചുരബാന ഹന്തര പ്രഭാരിയ ചാലബന്ധര പ്രബന്ധനം ചാലപ്രഭേരിയ ഹർദ ജഗല രമന ഹസ്തര പ്രഭേരിയാദന. ഹല്ലേലൂയ. ചില തലമുറകളിൽ ചില വൻകാര്യങ്ങളെ കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ചില തലമുറകളിൽ ശിനുവിന്റെ ദൂത ഹല്ലേലൂയ ശക്തമായി കർത്താവ് ഇടപെടും. തലമുറകളിൽ ചില വൻകാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെന്ന് എന്തോ എനിക്കറിയത്തില്ല. ചില പ്രതീക്ഷിക്കാത്ത വൻകാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ആ വിഷയത്തിന് വേണ്ടി. ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ എന്ന് നടക്കുമെന്നറിയത്തില്ല. അങ്ങനെയുള്ള ചില വിഷയങ്ങൾ എന്തോ പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പ്രവചിക്കുന്നു. പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ എന്നത് നടക്കും, എന്ന വിടുതൽ കാണുമെന്നറിയത്തില്ല. പക്ഷെ ആ വിഷയത്തിനകത്ത് സ്വർഗം പറയുന്നു, യഹോവ ആ വിഷയത്തിനകത്ത് വൻകാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുകയാ. സാധ്യതയില്ല, സാഹചര്യമില്ല, ആഗ്രഹമുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. സ്വീകരിച്ചോ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ആ വിഷയത്തിനകത്ത് സംഭവിക്കുക പോകുകയാ. സംഭവിക്കുക മാത്രമല്ല, അത് സാക്ഷ്യമായി പറയത്തക്ക നിലയിൽ യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങൾ ചെയ്തു എന്ന് സാക്ഷ്യമായി പറയത്തക്ക നിലയിൽ ദൈവത്തിന്റെ ചില പ്രവർത്തികൾ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൊച്ചുമോൾ ആന്റിയെ സ്വീകരിച്ചോ? യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുകയാ. യഹോവ വൻ കാര്യങ്ങളെ ചെയ്യുന്നു. യഹോവ വൻ കാര്യങ്ങളെ ചെയ്യുന്നു. യഹോവ വൻ കാര്യങ്ങളെ ചെയ്യുന്നു. നിങ്ങളുടെ ഇടയിൽ വൻ കാര്യങ്ങളെ ചെയ്യുവാൻ ശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം. കരമടിച്ചോ, കരമടിച്ചോ. അന്യഭാഷയിലോ എങ്ങനെ കർത്താവിനെ സ്തുതിക്കാമെങ്കിൽ സ്തുതിച്ചോ, സ്വീകരിച്ചോ. ഹല്ലേലൂയ. നീ അത് കാണാൻ തുടങ്ങുകയാ. സ്വപ്നം കാണുന്നത് പോലെ ചില വൻ കാര്യങ്ങൾ ചില തലമുറകളുടെ മേൽ സംഭവിക്കാൻ തുടങ്ങുകയാ. ചില തലമുറകളുടെ മേൽ സംഭവിക്കാൻ തുടങ്ങുകയാ. ചില നിയമ കുരുക്കിനകത്ത് വഴിയടഞ്ഞ ചില തലമുറകളുടെ വഴികൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രി ഓപ്പൺ ആകുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള പ്രബല ജാലവന്തര. ഹല്ലേലൂയ. കരമേർത്തി നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ഹല്ലേലൂയ. എന്നിട്ട് പറ, ഇനി ഞാൻ ചിരിക്കാൻ തുടങ്ങുകയാ. അമ്മേ, ഇനി ഞാൻ ആർപ്പിടാൻ തുടങ്ങുക. പിശാചി കേൾക്കട്ടെന്നേ. ഹല്ലേലൂയ. ഇനി ഞാൻ ആർപ്പിടാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ. എന്റെ കൂടാരത്തിനകത്ത് ഇനി ആർപ്പിന്റെ ശബ്ദമാ ഉള്ളേ. ഹല്ലേലൂയ. ഇനി എന്റെ വീടിനകത്ത് ആർപ്പിന്റെ ശബ്ദമാ ഉള്ളത്. ഹല്ലേലൂയ.
ഹാലലി ആർപ്പ് നിന്ന് പോയിട്ട് എത്രയോ നാളുകളായി. ഹാലലിയ സിസ്റ്ററെ, ആർപ്പിടാൻ പറ്റുന്നില്ല, ഒരുമിച്ച് സ്തുതിക്കാൻ പറ്റുന്നില്ല. ഹാലലിയ ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താൻ പറ്റുന്നില്ല. അത് നിന്ന് പോയിട്ട് മാസങ്ങളായി, വർഷങ്ങളായി. ഇന്ന് പരിശുദ്ധാത്മ പറയുന്നു, ആ സീസണിലേക്ക് ദൈവം മടക്കിക്കൊണ്ടുവരുന്നു. ആർപ്പിടാൻ പറ്റുന്നില്ല സിസ്റ്ററെ. വിഷയത്തിന് മറുപടി കാണുന്നില്ല. എങ്ങനെ ആർപ്പിടാരാ? പ്രവാസത്തിലിരിക്കും ആർപ്പിടാൻ പറ്റുമോ? പക്ഷെ നീ ചിന്തിച്ചോ, ഒരു കാര്യം ഉറപ്പിച്ചോ, ഇതിനകത്തു നിന്ന് പുറത്തു വരുന്ന ഒരു സമയം. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ മടക്കിക്കൊണ്ടുവരും. നവോമിയെ പറ്റി ചിന്തിച്ചേ. എടുത്തു വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. ദേശത്ത് ക്ഷാമം വന്നപ്പോ അടുത്തൊരു ദേശത്തേക്ക് പോയി. ഹല്ലേലൂയ. അവിടെ ചെന്നപ്പോ ചിരിപോയി, സകലതും നഷ്ടപ്പെട്ടു. എന്നാ പറയുന്നറിയാമോ? എന്നെ മാറായെന്ന് വിളിച്ചാ മതി. എന്താ എന്റെ ലൈഫിൽ കയ്പായിപ്പ, എന്നെ മാറായെന്ന് വിളിച്ചാ മതി. ഞാൻ പറയട്ടെ, നീ ദൈവത്തിന്റെ സ്വന്തം ജനമായിരുന്നു. നിന്റെ മാറായ മധുരമാക്കുന്ന ഒരു ദൈവം. പ്രാർത്ഥിച്ചോ, ചില മാറായൊക്കെ കർത്താവ് മധുരമാക്കാൻ തുടങ്ങുക. മിനിയാൻറ്റി സ്വീകരിച്ചോ? മിനിയാൻറ്റി, ചില മാറയെ കർത്താവ് മധുരമാക്കാൻ പോകുകയാണ്. ഇതെങ്ങനെ സംഭവിക്കുന്ന സ്വപ്നം കാണുന്നത് പോലെ. ഹല്ലേലൂയ. തിരിച്ച് മടങ്ങി വരുമെന്ന് തനിക്ക് ഒരു പ്രതീക്ഷയില്ല. തിരിച്ച് മടങ്ങി വരുമെന്ന് ഒരു ചിന്തയുമില്ല. സകലതും നഷ്ടപ്പെട്ടു. മക്കൾ, ഭർത്താവ്, ഒന്നുമില്ല. ഇപ്പൊ ഉള്ളത് ഹല്ലേലൂയ പറ്റി നിന്ന ഒരു ഹല്ലേലൂയ പെൺകുട്ടി മാത്രം. 2 ഹല്ലേലൂയ മരുമക്കളുണ്ട്. ഒരുത്തി വിട്ടിട്ട് പോയി. പറ്റി നിൽക്കുന്ന ഒരുത്തി, ഒഴിഞ്ഞ കയ്യും. പക്ഷെ നീ സ്വപ്നം കാണുന്നത് പോലെ ദൈവം നിന്നെ മടക്കി കൊണ്ടുവരും. എന്തോ വളരെ ശാന്തമായി ഞാൻ ഈ ദൂതിനെ നിങ്ങളോട് പറയുന്നത് പോലെ ഞാൻ ഈ ദൂത് അങ്ങ് ഏറ്റെടുക്കുക കേട്ടോ. സ്വപ്നം കാണുന്നത് പോലെ ചില മേഖലകളിൽ ദൈവം മടക്കിക്കൊണ്ടുവരാൻ പോകുകയാ. മടങ്ങി വരത്തില്ലെന്ന് പിശാച് പറഞ്ഞു, മടങ്ങി വരത്തില്ലെന്ന് ദേശം പറഞ്ഞു. ഹല്ലേലൂയ. അവൾ അവിടെ പോയി നശിച്ചു പോയെന്ന് പറഞ്ഞു. മക്കൾ മരിച്ചു, ഭർത്താവ് മരിച്ചു, എല്ലാം കഴിഞ്ഞു. നവോമിയ, നിന്റെ ലൈഫ് അവസാനിച്ചെന്ന് പറഞ്ഞു. അവസാനിച്ചു എന്ന് പറഞ്ഞിടത്ത് ദൈവം ചിലത് ആരംഭിക്കാൻ തുടങ്ങുകയാ. ജോൺസൺ ബ്രദറെ, സകലരും അവസാനിച്ചെന്ന് പറയുമ്പോ, പിശാചും ലോകവും ദേശവും ഒരുപോലെ പറയുമ്പോ, അവസാനിച്ചെന്ന് പറയുമ്പോ, ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം പറയുക, അവിടെ വെച്ച് ഞാൻ ചിലത് ആരംഭിക്കാൻ തുടങ്ങുകയാ. ചുരകറ്റല പ്രഭാരിയ ജാലപ്രവരഘടകസിയ. അവസാനിച്ചെന്ന് പറഞ്ഞവർ പറഞ്ഞോട്ടെ. അവസാനിച്ചെന്ന് പറയുന്ന ആരെല്ലാം ഉണ്ട് അവര് പറഞ്ഞോട്ടെ. ഹല്ലേലൂയ. പക്ഷെ അവര് തിരുത്തി പറയുന്ന ഒരു സമയം, അവര് തിരുത്തി പറയുന്ന ഒരു സമയം. ഹല്ലേലൂയ. രൂത്തിന്റെ ഉദരത്തിൽ നിന്ന് ഒരു തലമുറ ഉണ്ടായി കഴിയുമ്പോ അതിനെ എടുത്ത് നവോമിയുടെ മടിയിലേക്ക് വെച്ച് കൊടുത്തിട്ട് അവര് പറയുന്ന ഒരു പദം, നിന്നെ ദൈവം മടക്കി വരുത്തു. ഏത് പ്രതികൂലത്തിനകത്തു പോയാലോ, എന്തെല്ലാം നഷ്ടപ്പെട്ടാലോ, ആരാധിക്കുന്ന ദൈവ പൈതലാണെങ്കിൽ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവ പൈതലാണെങ്കിൽ, ദൈവത്തെ സ്തുതിക്കുന്ന ദൈവ പൈതലാണെങ്കിൽ, നിന്റെ നാവിനകത്തു നിന്ന് പിശാച് എടുത്തുകൊണ്ടുപോയ ആർപ്പിനെ ദൈവം മടക്കി തരും. ആ ചിരിയ ദൈവം മടക്കി തരും. അപ്പൊ നമുക്ക് ചിരിക്കാൻ പറ്റുന്നില്ല. കാരണം നഷ്ടമാ ലൈഫില്. ഹല്ലേലൂയ. എന്നിട്ട് പറയുക, എന്നെ ഇനി കയ്പെന്ന് വിളിച്ചാൽ മതി, മാറാ എന്ന് പറഞ്ഞാൽ മതി. അത് പറയാനല്ല ദൈവം നിന്നെ പറ്റി ആഗ്രഹിക്കുന്നത്. അത് പറയാനല്ല ദൈവം നിന്നെ പറ്റി ആഗ്രഹിക്കുന്നത്. നിന്നെ പറ്റി ജാതികൾ പറയത്തക്ക നിലയിൽ ജാലപ്രബന്ധരം വൈഡവാലവ ശന്തര പ്രവേരിയ, ജാതികൾ പറയത്തക്ക നിലയില്
ചില വൻ കാര്യങ്ങളെ നിന്റെ ഇടയിൽ കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുകയാ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാ. ചില ഹല്ലേലൂയ വൻ കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ ചെയ്യുവാൻ ഉദയാലി സ്വീകരിച്ചത് വൻ കാര്യങ്ങളെ പ്രതീക്ഷിക്കുക. വൻ കാര്യങ്ങളെ എക്സ്പെക്ട് ചെയ്യാൻ ഇന്ന് രാത്രി ആർക്കൊക്കെ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. എനിക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ദൈവം ചെയ്യോ. എന്റെ തലമുറയ്ക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും. ചൂറാബാല ഹന്തരാരപക്ഷ പ്രഭാരിയ ജാലവന്തരം വൈഡവാലപക്ഷം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സൗമ്യ അടിവെച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മ പ്രവചിക്കുന്നു. ദിവസങ്ങളിൽ ചില വൻ കാര്യങ്ങളെ പ്രതീക്ഷിക്കുക. ഈ ആഴ്ച പൂർത്തിയാകുന്നതിന് മുന്നമേ അതിന് പ്രവചനാത്മാവിൽ കൈമാറുകയാ. എത്ര പേർ സ്വീകരിക്കുമെന്ന് എനിക്കറിയത്തില്ല. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ. അടുത്ത സൺഡേക്ക് മുന്നേ നിന്റെ വീടിനകത്ത്, നിന്റെ പ്രാർത്ഥനാ വിഷയത്തിനകത്ത് ചില വൻ കാര്യങ്ങൾ നടക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ ചൂലാബാല ഹന്തരാദല പ്രഭാരിയ ജാലപ്രഭരഘടകസിയ ജസ്നി റോബെ സ്വീകരിച്ച സിസ്റ്ററെ നടക്കാൻ തുടങ്ങുകയാ. അത് സംഭവിക്കാൻ തുടങ്ങുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അടിവെച്ചിരിക്കുന്ന അഭിഷേകത്തിനെ പരിശുദ്ധാത്മ പ്രവചിക്കുന്നു. ചില വൻ കാര്യങ്ങളെ പ്രതീക്ഷിക്കുക. ചില വൻ കാര്യങ്ങളെ പ്രതീക്ഷിക്കുക. ഈ ആഴ്ച പൂർത്തിയാകുന്നതിന് മുന്നമേ എന്തോ എന്നോട് പരിശുദ്ധാത്മാവോ ഒരു 4 ദിവസത്തെ കാണിക്കുന്നു. ചൂടാറാമാന ഹന്ത ചില ദൈവിക പ്രവർത്തികൾ കാണുവാൻ റെഡി ആയിക്കൊള്ളാൻ കർത്താവ് ചെയ്യാൻ തുടങ്ങുകയാ. നിന്റെ നാവിലിനി ആർപ്പിന്റെ സൗണ്ട് മതി. നിന്റെ നാവിലിനി ആർപ്പിന്റെ സൗണ്ട് മതി. നിന്റെ മുഖത്തിന് ചിരി മതി. നിന്റെ മുഖത്തിന് ദുഃഖം വേണ്ട. നിന്റെ മുഖത്തിന് സന്തോഷം മതി. ദൈവം ആ സ്ഥിതിയിലേക്ക് നിന്നെ മടക്കി കൊണ്ടുവരാൻ പോകുകയാ. ഹല്ലേലൂയ. ആ സ്ഥിതിയിലേക്ക് ദൈവം നിങ്ങളെ മടക്കിക്കൊണ്ടുവരാൻ പോകും. എത്ര പേർ ആഗ്രഹിക്കുന്നത് എനിക്ക് അങ്ങനെ ഒരു മടങ്ങി വരവ്? ഹല്ലേലൂയ. നമ്മൾ വായിച്ചു യഹൂദായെ ദേശത്തിന്റെ സ്ഥിതി ദൈവം മാറ്റുന്നു. നിനക്കും ഒരു കൊയ്ത്ത്. ഹല്ലേലൂയ. വിശ്വസിക്കുക, എനിക്കൊരു കൊയ്ത്തുണ്ട്. ഹല്ലേലൂയ. ഞാനും നന്മ പ്രാപിക്കുന്ന ടൈമുണ്ട്. ഹല്ലേലൂയ. ഞാൻ അനുഗ്രഹം അനുഭവിക്കുന്ന ഒരു ടൈമുണ്ട്. ഓറിമ കച്ചല പ്രഭാരിയ ചാലവന്തരം വൈഷവാലവസ്യ അർദ്ധരകൽക്കന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഭയങ്കര അസാധാരണ ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ശബന ചൂടാ റബാലകക്ഷ പ്രഭേരിയ ഗീത വർഗീസ് അടിവെച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർ കേൾക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു പ്രവചന ശബ്ദം കൈമാറുന്നു. നിനക്കും ഒരു കൊയ്ത്തു വെച്ചിട്ടുണ്ട്. നിനക്കും ഒരു കൊയ്ത്തു വെച്ചിട്ടുണ്ട്. എന്തൊക്കെയോ നഷ്ടപ്പെട്ട മേഖലകളിൽ അനി വിശ്വസിച്ചോ, ഒരു കൊയ്ത്തിന്റെ സമയമുണ്ട്. ഹല്ലേലൂയ. ഒരു മടങ്ങി വരവ്. പിശാച് കൊണ്ടുപോയ സകലതിനെയും ദൈവം മടക്കി തരുന്ന ഒരു സമയം ഇതാണ്ടി സ്വീകരിച്ചോ. സ്വപ്നം കാണുന്നത് പോലെ ചില വിടുതലുകൾ. ശാലരാമന പ്രഭാരിയ ജാലപ്രഭരഘടകസിയ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുന്നു. ചൂരാമന ഹന്തരാധന അർത്ഥ പ്രഭരഘടകസി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. എനിക്കൊരു മടങ്ങി വരവ്. ജെയിംസ് അച്ഛാ പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മടങ്ങി വരുന്ന ഒരു സമയമുണ്ട്. മടങ്ങി വരുന്ന ഒരു സമയമുണ്ട്. എന്നും പ്രവാസത്തിൽ ഇരിക്കത്തില്ല. എന്നും ഈ ഞെരുക്കത്തിൽ ഇരിക്കത്തില്ല. എന്നും ഈ കഷ്ടതയ്ക്കകത്ത് തന്നെ ഇരിക്കത്തില്ല. ഒരു മടങ്ങി വരവ്, ഒരു ആർപ്പിന്റെ ടൈം. 2025 ഒരു ആർപ്പിന്റെ ടൈം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് തുറക്കുന്നു, തുറക്കുന്നു, തുറക്കുന്നു. ഹല്ലേലൂയ. സൗമ്യ യേശുവിന്റെ അധികാരമുള്ള നാമത്തില്, യേശുവിന്റെ നാമത്തിൽ എന്തൊക്കെയോ വീടിനകത്ത് സംഭവിക്കുന്നു. എന്തൊക്കെയോ ലൈഫിൽ സംഭവിക്കുന്നു. കർത്താവ് ചിലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ജാതികൾ പറയത്തക്ക നിലയിൽ, മറ്റുള്ളവർ നിന്റെ വീടിനെ പറ്റി പറയത്തക്ക നിലയിൽ ദൈവത്തിന്റെ ചില പ്രവർത്തികൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ
എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഷാരാബാല ഹത്തര പ്രഭാരിയ. ഈ വചനം ചില ലൈഫിനകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തികൾ ജോബിൻ ബ്രദറെ പ്രാപിച്ചത്. ഹാലേലുയ ഹാലേലുയ ഹാലേലുയ. ചില ദൈവപ്രവൃത്തികൾ യഹോവ എനിക്ക് വൻ കാര്യങ്ങൾ ചെയ്തെന്ന് സാക്ഷ്യം പറയത്തക്ക നിലയിൽ ജോബിൻ ബ്രദറെ ചില വിടുതലുകൾ സ്വർഗത്തിലെ ദൈവം കൈമാറുന്നു. പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കുന്നു, പ്രാർത്ഥിക്കുന്ന ശക്തമായി അത് വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന രണ്ട് വിഷയം. ഷാഥാല പ്രഭാരിയ ചാലപ്രവരഘടകസ്യ. വിടുതൽ വേണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ആ രണ്ട് വിഷയത്തിനകത്ത് സ്വർഗത്തിന്റെ കരമി രാത്രി ഇടപെടുന്നു. ദൈവത്തിന്റെ കരം ഇടപെടുന്നു. വേഗത്തിൽ ചില റിസൾട്ടുകൾ കർത്താവ് തുറക്കുന്നു. കർത്താവേ, ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാരംഭം മുതൽ ജോയിൻ ചെയ്ത പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവേ, ഇന്ന് ഞാൻ ഈ വചനത്തെ ഇവരുടെ മേൽ അയക്കുകയാ. ഹാലേലുയ. ഇവർ മടങ്ങി വരട്ടെ സ്വപ്നം കണ്ടതുപോലെ. യഹോവ ഞങ്ങൾക്ക് വൻ കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ ഇവർ മടങ്ങി വരട്ടെ. ശിവന്റെ പിന്നെയും തലമുറകളുമായി ബന്ധപ്പെട്ട് ആ ദൂത് ഭയങ്കരമായി കണക്ട് ആവുന്നു. എന്തോ എനിക്കറിയത്തില്ല. തലമുറകൾ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾ അതിന് റിസൾട്ട് ഉണ്ടെന്ന് ഒന്നുകൂടെ അണ്ടർലൈൻ ചെയ്ത് പരിശുദ്ധയാത്മാവ് ഓർപ്പിക്കുന്നു. ആ വിഷയത്തിനകത്ത് ചിരി നഷ്ടപ്പെട്ടത്, ആ വിഷയത്തിനകത്ത് സന്തോഷം നഷ്ടപ്പെട്ടത്, ആർപ്പ് നഷ്ടപ്പെട്ടത്. പക്ഷെ സ്വർഗത്തിലെ ദൈവം പറയുന്നു 2025 ഈ 3 കാര്യം തലമുറകളുമായി ബന്ധപ്പെട്ട് കർത്താവ് മടക്കി തരും. ഓ റബാസാൽ ബ്രജാര. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് സംഭവിക്കട്ടെ. കർത്താവ് ഈ ജനത്തിന്റെ മേൽ ഈ വചനത്തെ തുറന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ ആഴ്ച ഈ വചനം ഇവരുടെ ലൈഫിനകത്ത് ശക്തമായി വെളിപ്പെടട്ടെ. ജോയിൻ ചെയ്ത എല്ലാവർക്കായി പ്രാരംഭം മുതൽ ജോയിൻ ചെയ്തവരുണ്ട്. പ്രാർത്ഥിച്ചവർ, വചനം വായിച്ചവർ, ആരാധനയ്ക്ക് നേതൃത്വം നൽകിയവർ, ഇവരെല്ലാം ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാ. കർത്താവ് ഈ സീസൺ ഇവർ മടങ്ങി വരട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇവർ ഈ സീസണിൽ മടങ്ങി വരട്ടെ. കർത്താവേ, ഞാൻ അങ്ങനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ മടക്കി കൊണ്ടുവരും. കർത്താവ് നിങ്ങളെ മടക്കി കൊണ്ടുവരും. നിങ്ങളുടെ നാവി, ചിരി, ആർപ്പ്, ഇതെല്ലാം നിങ്ങളുടെ വീടിനകത്ത് കർത്താവ് തരും. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ജോയിൻ ചെയ്ത എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. വരുന്ന ആഴ്ചയിലും ഇതേ ലിങ്കിൽ നമ്മൾക്ക് ഒരുമിച്ച് കാണാം. നിങ്ങളുടെ ലിങ്കുകൾ നിങ്ങൾ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. പ്രാർത്ഥനയോടെ വരുന്ന ആഴ്ചയും കർത്താവിന്റെ വരവ് താമസിച്ചാൽ നമുക്ക് ഒരുമിച്ച് കൂടാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രത്യേകമായ ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് സഹായിക്കട്ടെ.